നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് പോലും സാധിക്കാത്ത ഒരു കാര്യം പഞ്ചാബ് എഫ് സി ഇന്ന് ISL-ൽ നേടിയെടുത്തു. ശ്രീകണ്ഠീരവയിലിട്ട് അവർ ബംഗളൂരുവിനെ തകർത്തിരിക്കുകയാണ്. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു പഞ്ചാബ് എഫ് സി ബംഗളൂരുവിനെ ഇന്ന് തകർത്തു വിട്ടത്. ഇരു ടീമുകളും ഇന്ന് മികച്ച ഫുട്ബോളാണ് കളത്തിൽ കാഴ്ചവെച്ചത്. ആദ്യ പകുതിയിലാണ് 2 ഗോളുകളും വീണത്. 2 ഗോളുകളും പഞ്ചാബിനായിട്ട് നേടിയത് എഫിയോങ് ആണ്. 20ാമത്തെ മിനിറ്റിലാണ് എഫിയോങ്ങിന്റെ ആദ്യ ഗോൾ വരുന്നത്. കിബ്ഗന്റെ ഒരു അസിസ്റ്റിൽ നിന്നും ഒരു കിടിലൻ ഹെഡറിലൂടെ ഗുർപ്രീത്തിനെ കീഴടക്കി ബോൾ വലയിലേക്ക് കയറി. അങ്ങനെ 1-0 അവർ മുന്നിലെത്തി. രണ്ടാമത്തെ ഗോൾ വരുന്നത് 32ാമത്തെ മിനിറ്റിലാണ്. റാമറസിന്റെ അസിസ്റ്റിൽ നിന്നും എഫിയോങ് തൊടുത്ത ഒരു ഷോട്ട് ഗോൾ പോസ്റ്റിലേക്ക് കയറുകയായിരുന്നു. രണ്ടാം പകുതിയിൽ ഗോൾ തിരിച്ചടിക്കാൻ ബംഗളൂരു ആവുന്നത് ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. പഞ്ചാബും കൂടുതൽ ഗോളുകൾക്കായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 58ാം മിനിറ്റിൽ സുനിൽ ഛേത്രിക്ക് ഒരു കിടിലൻ അവസരം കിട്ടിയതാണ്. ഗോളി മാത്രം മുന്നിൽ നിൽക്കെ റയാൻ വില്യംസ് കൊടുത്ത ഒരു കിടിലൻ ക്രോസ്, പക്ഷേ അവിശ്വസനീയമായ രീതിയിൽ സുനിൽ ഛേത്രി അത് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. ഇരു ടീമുകൾക്കും നിരവധി അവസരങ്ങൾ കിട്ടിയെങ്കിലും പഞ്ചാബിന്റെ ഗോൾ കീപ്പർ അർഷ്ദീപിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. നിരവധി ഗോളുകളാണ് അദ്ദേഹം സേവ് ചെയ്തത്. ഇരു ടീമുകളും പിന്നീട് നന്നായിട്ട് പൊരുതിയെങ്കിലും ഗോളുകൾ മാത്രം വന്നില്ല. 7 ഷോട്ടുകളാണ് ബംഗളൂരു അടിച്ചത്. പഞ്ചാബ് ആണെങ്കിൽ 13 ഷോട്ടുകൾ അടിച്ചു. ഓൺ ടാർഗറ്റിലേക്ക് ബംഗളൂരുവിന്റെ 2 ഷോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പഞ്ചാബിന്റെ 5 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. 56% ബോൾ പൊസിഷൻ ബംഗളൂരുവിനുണ്ടായിരുന്നു. 44% പഞ്ചാബിന്റെ ബോൾ പൊസിഷൻ. ഇതോടെ 3 കളികളിൽ നിന്ന് ഒരു ജയവും ഒരു തോൽവിയും ഒരു സമനിലയും അടക്കം 4 പോയിന്റോടെ ബംഗളൂരു 6ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പഞ്ചാബ് 2 കളികളിൽ നിന്ന് ഒരു ജയവും ഒരു സമനിലയും അടക്കം 3 പോയിന്റോടെ 7ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്.